ഓൾ, ഞാൻ കരിഷ്മ. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2016 മുതൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് യൂണിമെക് എയ്റോസ്പേസ്. അവർ അവരുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുകയാണ്. അത് എത്ര രൂപയാണ്, അതുപോലെ തന്നെ ഈ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്, അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തൊക്കെ കോട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് എന്താണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നതിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് കരുതുക. എൻ്റെ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ കമ്പനി വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാകുന്നു. ഈ എക്സ്പാൻഷന് എനിക്ക് പൈസ ആവശ്യമാണ്. സാധാരണ നമുക്ക് പൈസ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മൾ ലോണിനായിട്ട് ബാങ്കിനെ സമീപിക്കും. ലോൺ എടുത്താലുള്ള പ്രശ്നം, നമ്മൾ എല്ലാ മാസവും ലോണിന് വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് അടയ്ക്കണം. അതുപോലെ തന്നെ നമ്മളുടെ എമൗണ്ട് ഫുള്ള് തിരിച്ചടക്കുകയും വേണം. അപ്പോൾ അത് ഇത്തിരി റിസ്കി കാര്യമാണ്. പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ കാശ് 1-2 രൂപയല്ല, നമുക്ക് കോടികളുടെ ആവശ്യമാണുള്ളത്. രണ്ടാമത്തെ വഴി എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ സമീപിക്കുന്നു. ഇൻവെസ്റ്റേഴ്സിനെ സമീപിച്ചാലുള്ള ഗുണമുണ്ട്. അവർ നമ്മളുടെ കമ്പനി വളരുന്നതിനായി നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മളാണ് നമ്മളുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ കമ്പനി വളരുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഏകദേശം 20% ലാഭം ഒന്നും ചെയ്യാത്ത ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ പബ്ലിക്കിന് നമ്മളുടെ പ്രോഫിറ്റ്, നമ്മൾ കമ്പനിയുടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇനിഷ്യലായിട്ട് നമ്മളുടെ കമ്പനിയെ നമ്മൾ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. നമ്മൾ IPOക്ക് വേണമെങ്കിൽ ഇത് സെബിയിൽ DRHP സബ്മിറ്റ് ചെയ്യണം. അത് ഓക്കെ ആണെങ്കിൽ സെബി എഗ്രി ചെയ്താൽ മാത്രമേ നമ്മളുടെ കമ്പനിയുടെ ഷെയർ പബ്ലിക്കിൽ എത്തിച്ച് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഷെയർ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ യൂണിമെക് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് വരാം. ഇവിടെ ഇവരുടെ IPO പ്രൈസ് ബാൻഡ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 745 രൂപ മുതൽ 785 രൂപയാണ് പെർ ഷെയറിന് അവർ വാല്യൂ ചെയ്തിരിക്കുന്നത്. ദ മിനിമം സൈസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ, അതിന്റെ ആപ്ലിക്കേഷന്റെ ഒരു മിനിമം സൈസ് എന്ന് പറയുന്നത് 19 ആണ്. The minimum amount of investment required by the retail investors is 14,915 ആണ്. ഇതിലൂടെ അവർ മീൻ ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ആദ്യമായി ഇനിഷ്യൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് 14,915 രൂപയാണ്. മിനിമം ലോട്ട് നമുക്ക്, അതായത് ഇത് നമ്മൾ ഉടനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല, ലോട്ടിലൂടെ ആയിരിക്കും കിട്ടുന്നത്. ഈ സെയിം ഇതിന്റെ ഷെയറിന് വേണ്ടി ഒത്തിരി ആൾക്കാർ, ഇപ്പോൾ ഈ കാര്യം അറിയുമ്പോൾ കാണുന്ന നിങ്ങളും ഞാനും അടക്കം എല്ലാവരും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ കമ്പനിയുടെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നല്ല ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രോത്ത് കാണുമ്പോൾ നിരവധി പേർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ലോട്ടിലൂടെയാണ് ഇതിൽ ആർക്കൊക്കെയാണ് ഷെയർ പോകുന്നത് എന്നത് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിനിമം ലോട്ട് നമ്പർ, ആപ്ലിക്കേഷൻ സൈസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഈസ് ലോട്ട് സൈസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഈസ് 19 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു IPO പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 745 ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഒരെണ്ണമായിട്ട് വാങ്ങാൻ പറ്റില്ല. ലോട്ടിന് നമ്മൾ ഏകദേശം 14,915 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ലോട്ടിന് 745 ആണ്. ഒരു ഷെയറിന് പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 745 ആണ്. അപ്പോൾ നമ്മളുടെ ഇതിന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, ഡിസംബർ 23-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 3 ദിവസം. ക്ലോസ്ഡ് ഓൺ ഡിസംബർ 26-നാണ് ഇത് അവസാനിക്കുന്നത്. നമുക്ക് ഇതിൽ ഈ ഷെയർ മേടിക്കാൻ പറ്റുമോ ഇല്ലോ എന്നുള്ള അലോട്ട്മെന്റ് ഓഫ് ദ യൂണിമെക് എയ്റോസ്പേസ് IPO ഈസ് എക്സ്പാൻഡഡ് ഇൻ ഡിസംബർ 27-ന് നമുക്ക് ഇത് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൈസ അവിടെ ക്രെഡിറ്റ് ആവുകയും, അല്ലെങ്കിൽ നമ്മളുടെ ലോട്ട് അവിടെ വീണിട്ടില്ല എങ്കിൽ നമ്മളുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് യൂണിമെക് എയ്റോസ്പേസ് IPO ഡീറ്റെയിൽസ് ആണ്. IPO ഡേറ്റ് വരുന്നത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 23, 2024 ടു ഡിസംബർ 26, 2024 വരെയാണ്. ഫേസ് വാല്യൂ, ഒരു ഷെയറിന് 5 രൂപയാണ് ഇവരുടെ ഫേസ് വാല്യൂ വെച്ചേക്കുന്നത്. പ്രൈസ് ബാൻഡ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ബാൻഡ് വരുന്നത് 745 രൂപ മുതൽ 785 വരെയാണ് പെർ ഷെയറിന് ഉള്ളത്. അതുപോലെ തന്നെ ലോട്ട് സൈസ്, ഒരു ലോട്ടിന്റെ സൈസ് ഏകദേശം നമുക്ക് 19 ഷെയർസ് വരെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ ഇഷ്യൂ സൈസ്, ഈ ഒരു ടൈം പീരീഡിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 63,69,424 ആണ്. മൊത്തം അവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് അഗ്രിഗേഷൻ അപ് ടു
500 കോടിയിൽ നിന്ന് ഈ ഒരു ടൈം പീരീഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 63,69,424 ഷെയർസ് ആണ്. അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ചെയ്യുന്നത്, ഫ്രഷ് ഇഷ്യൂ അതായത് ഹാഫ് ഓഫ് ദ എമൗണ്ടിൽ നിന്ന് 31,84,712 ഷെയർ ആണ്. അഗ്രിഗേഷൻ അപ് ടു 250 കോടി രൂപയിൽ നിന്നാണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇത്രയും എമൗണ്ട് അവർ ഷെയർ ചെയ്യുന്നത്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് 31,84,712 ഷെയർ ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ IPO എന്താണ്, ഈ കമ്പനി എത്ര രൂപയാണ് ഷെയറിനായി വെച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് എല്ലാം കണ്ടു. ഇനി നമ്മൾ എബൌട്ട് യൂണിമെക് എയറോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ച് നമുക്ക് നോക്കാം. അതിലേക്ക് വരുമ്പോൾ കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേബിൾ, അതായത് നമ്മൾ ഒരു കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ വർഷങ്ങളായിട്ടുള്ള വളർച്ച എന്താണെന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ പീരീഡ് അതായത് 30 സെപ്റ്റംബർ 2024, 31 മാർച്ച് 2, അതായത് ഈ വർഷത്തെ സെപ്റ്റംബർ വരെയുള്ള കണക്കാണ് ഇതിലുള്ളത്. ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കണമെങ്കിൽ അടുത്ത മാർച്ച് 31 വരെയുള്ള സമയം നമുക്കുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഹാഫ് ടൈം പീരീഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ 31 മാർച്ച് 2024, 31 മാർച്ച് 2023, 31 മാർച്ച് 2022 ഇത്രയും ഡേറ്റ നമ്മളുണ്ട്. ഈ ഡേറ്റ അനുസരിച്ച് ഈ കമ്പനിയുടെ ഗ്രോത്ത്, ഇത്രയും വർഷത്തെ ഗ്രോത്ത് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അസറ്റ് എത്രയാണെന്ന് നോക്കാം. അസറ്റ് 31 മാർച്ച് 2022 56.88 ആണ്. അതുതന്നെ നമ്മൾ അടുത്ത വർഷം 31 മാർച്ച് 2023 നോക്കുമ്പോൾ അസറ്റ് വന്നിരിക്കുന്നത് 93.34 ആണ്. അതായത് 56.88 നിന്ന് 93.34 എന്ന ഒരു ഗ്രോത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത് 31 മാർച്ച് 2024 നോക്കുമ്പോൾ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 175.63 എന്നൊരു വലിയ ഗ്രോത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അടുത്ത് ഇവിടെ നോക്കുമ്പോൾ 30 സെപ്റ്റംബർ 2024, ഇത് നമുക്ക് മുഴുവനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും, 509.27. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു വളർന്നു വരുന്ന കമ്പനിയാണ്. റവന്യൂ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 31 മാർച്ച് 2022 നോക്കുമ്പോൾ 37.08 ആണ് റവന്യൂ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ നമ്മൾ അടുത്ത വർഷം, ഒരു വർഷം പിന്നിട്ടപ്പോൾ 31 മാർച്ച് 2023 നമ്മൾ നോക്കുമ്പോൾ 94.93 എന്നൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഉറപ്പായിട്ടും അവിടെ റവന്യൂവിലും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. മാർച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് 2024 നമ്മൾ എടുക്കുകയാണെങ്കിൽ 31 മാർച്ച് 2024 എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് നമുക്ക് അൺബിലീവബിൾ ഈസ് 213.79. എത്രയും ഗ്രോത്ത് ആണ്. അതായത് 94 നിന്ന് 213 എന്നൊരു റവന്യൂ ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് ഇവിടെ നോക്കുമ്പോൾ 30 സെപ്റ്റംബർ 2024 നമ്മളിതൊരു ഹാഫ് പീരീഡ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് 127.52. അതായത് ഇനിയും ഒരു പകുതി ടൈം പീരീഡ് ആകുമ്പോൾ ഇതിന്റെ ഡബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് റവന്യൂ ഇൻക്രീസ് ആവാൻ തന്നെയാണ് ചാൻസ്. നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 31 മാർച്ച് 2022 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 3.39 ആണ്. അത് തന്നെ നമ്മൾ 2023 മാർച്ച് 31 എടുക്കുമ്പോൾ 22.81 ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. 3.39 നിന്ന് 22.81 ഒരു വലിയ ചേഞ്ച് തന്നെയാണ്. ഇത് ടാക്സ് ഒഴികെയുള്ള പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ 31 മാർച്ച് 2024 ആകുമ്പോൾ 58.13. ഉറപ്പായിട്ടും പ്രോഫിറ്റിന്റെ അളവ് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്നത് 30 സെപ്റ്റംബർ 2024, ഇറ്റ് സ്റ്റിൽ 38.68. ഉറപ്പായിട്ടും ഇനിയും ഒരു ഹാഫ്, അതായത് ഇപ്പോൾ പകുതി ടൈം പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അടുത്ത ഒരു പകുതി കാലയളവിൽ, പകുതി വർഷ കാലയളവിൽ ഇത് 68.70 സംതിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മളെ നെറ്റ് വർത്ത് എത്രയാണെന്ന് നോക്കാം. ഈ കമ്പനി 2022 മാർച്ച് 31 ഇതിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 27.66 ആണ്. ഒരു വർഷം പിന്നിട്ടപ്പോൾ 31 മാർച്ച് 2023 ആയപ്പോൾ ഇതിന്റെ വർത്ത് ചേഞ്ച് ആയിരിക്കുന്നത് ഡബിൾ ആയിട്ടാണ്. അതായത് 27.66 നിന്ന് 48.85 എന്നൊരു വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും വർത്തിന്റെ ഗ്രോത്തും കൂടുന്നുണ്ട്. ഒരു വർഷം പിന്നിട്ടപ്പോൾ 31 മാർച്ച് 2024 ആയപ്പോൾ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നത്. 108.6 എന്നൊരു വലിയൊരു ഗ്രോത്ത് ആണ് കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഈ കാലയളവിൽ ഇത് 2024 സെപ്റ്റംബർ 30 ആയപ്പോഴേക്കും 390.1 എന്ന്, അതായത് ഇനിയും ഈ വർഷം കഴിയാൻ ഇനിയും ഒരു പകുതി കാലയളവുള്ള ഈ സമയത്ത് തന്നെ 390, ഇതിൽ നിന്നും ഡബിളിൽ നിന്നും അധികം, അതായത് ഇരട്ടിയിൽ നിന്നും അധികം നെറ്റ് വർത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. വളരെ മികച്ച രീതിയിലുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റിസർവ് ആൻഡ് സർപ്ലസ് ഇസ് ഓൾസോ ഇൻക്രീസിങ് ആൻഡ് ടോട്ടൽ ബോറോവിംഗ് ഇസ് ഓൾസോ ഇൻക്രീസിങ്. പക്ഷേ
ഈ ബോറോവിങ്ങിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോറോവിങ് ഓൾസോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2022 മാർച്ചിൽ 17-22 തുടക്കത്തെ 500 കോടിയിൽ നിന്ന് 250 കോടിയിലെ ഒരു എമൗണ്ട് ഇവിടുത്തെ കടം തീർക്കുവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് കമ്പനി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ കടം തീരുകയും കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടാവുകയും നമ്മളുടെ ഷെയർ ഉറപ്പായി വളരുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ യൂണിമെക് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, ആ കമ്പനിയുടെ ഇതുവരെയുള്ള വളർച്ച, എന്താണ് IPO, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ് നേട്ടം, എന്താണ് കോട്ടം, ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞു. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലം ആ കമ്പനി തന്നെ വളരെ കാര്യങ്ങൾ ചെയ്യാൻ അവർ ചെയ്യുന്നുണ്ട്. ഫൈൻഡിങ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ എക്സ്പാൻഷൻ ത്രൂ പർച്ചേസ് ഓഫ് മെർച്ച്, അതായത് ഈ കമ്പനി എയ്റോസ്പേസ് റിലേറ്റഡ് ആണ്. അപ്പോൾ എയ്റോസ്പേസ് റിലേറ്റഡ് ഒത്തിരി സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ ആവശ്യം വരും. അതിലേക്കായൊക്കെ അവർ ഈ പൈസ, ഈ ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനി ഇന്ത്യയിൽ വളരെ കുറവാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ മികച്ചൊരു തീരുമാനമായിരിക്കും എന്നാണ്. നമ്മളിപ്പോൾ ഒരു ഷെയർ, അതിൻ്റെ IPO പ്രൈസ് 785 രൂപയാണ്. അതിൻ്റെ GMB വരുന്നത് അതായത് 405 അതായത് എസ്റ്റിമേറ്റ് ലിസ്റ്റിംഗ് പ്രൈസ് വരുന്നത് 1190 രൂപയാണ്. അപ്പോൾ ഒരു ഷെയറിൽ തന്നെ നമുക്ക് GMB ആയിട്ട് ലഭിക്കുന്നത് 405 രൂപയാണ്. അപ്പോൾ നമുക്ക് ഒരു ലോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു 19 ലോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ 405 × 19 നമുക്ക് ഏകദേശം ഒരാഴ്ചയിൽ തന്നെ 7000 സംതിങ് രൂപ നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് എന്തുകൊണ്ടും ലാഭകരം, എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു കാര്യമാണ് എയ്റോസ്പേസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ നിരവധി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂണിമെക് എയ്റോസ്പേസ് കമ്പനിയിൽ നിക്ഷേപിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണ്, ആ കമ്പനിയിൽ ഇതുവരെയുള്ള വളർച്ച ഓരോ വർഷങ്ങളും വെച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബാൻഡ് റേറ്റ് വരുന്നത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏകദേശം 745 മുതൽ 785 വരെയാണ് ബാൻഡ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഡിസംബർ 23 മുതൽ 26 വരെയാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുപോലുള്ള ഒത്തിരി വിവരങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, മണിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.